പുലർച്ചെ 2 മണിയായി എനിക്ക് പോകേണ്ട ട്രെയിന് വന്നു. കോയമ്പത്തൂർ കൊഡീസിയ ഇൻഡെക്സ് അഗ്രി ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് വണ്ടിയാണ്. അങ്ങനെ രാവിലെ 7:20 അവിടെ എത്തി. പിന്നെ നേരെ വണ്ടി എടുത്തു കൊഡീസിയയിലേക്ക് പോയി. രാവിലെ തന്നെ അവിടെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ കരുതി ഞാനൊരു 7:45-8 മണിക്ക് എത്തിയിരുന്നു. രജിസ്ട്രേഷൻ കാര്യങ്ങൾ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല റഷാണ് അവിടെ. ഒരുപാട് ആൾക്കാരുണ്ട്. തമിഴ്നാട്, കർണാടക, കേരളം പ്രധാനമായിട്ട് 3 സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. വർഷാവർഷം നടക്കുന്നുണ്ട്. ഇത് 23ാമത്തെ എഡിഷനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രജിസ്ട്രേഷൻ്റെ ഓൺലൈനായിട്ടും ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെയുണ്ട്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നേരെ ചെയ്യാം. തമിഴ്നാട്ടിലെ കർഷകരായതുകൊണ്ട് അതിനുള്ള ചെറിയൊരു പരിമിതി ഉള്ളത് കൊണ്ടാണ് തോന്നും കൗണ്ടറിൽ നല്ല തിരക്കുണ്ട്. 50 രൂപയാണ് എൻട്രി ഫീസ്. ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ മൊബൈലിൽ തന്നെ ചെയ്തു. പുറത്തിറങ്ങിയ സമയത്ത് കിടക്കുന്നത് നമ്മുടെ വൈദ്യുതി മന്ത്രിയുടെ വണ്ടി. എന്തെങ്കിലും ഇവിടുന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത് നമുക്കും കൂടി ഷെയർ ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നത്. രാവിലെ ഒരു കാലി ചായ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി നല്ല ചൂടുള്ള പൊങ്കലും ഒരു വടയും ഓർഡർ ചെയ്തു, കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പതിയെ അകത്തേക്ക് കയറുന്നിടത്ത് തന്നെ കാണുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. ഇതൊരു പുതിയ രീതിയൊന്നുമല്ല, എന്നിരുന്നാലും വളരെ സജീവമായിട്ട് ഇപ്പോൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വിശദമായി തന്നെ ഇവർ പ്രതിപാദിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഏകദേശം 400ഓളം കമ്പനികളുടെ 600ഓളം സ്റ്റാളുകൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായതും നിങ്ങൾക്ക് ഉപകാരമാവുന്നതുമായ വീഡിയോ മാത്രം ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്